എൻ്റെ പേര് ജെറി. ഇവിടെ കുറേ പേർക്കൊക്കെ അറിയാം, ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. വൈസ്മാൻ ക്ലബിൻ്റെ പല പരിപാടികളുടെ ഭാഗമായിട്ടൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്ന വിനോദേട്ടനാണ്. വിനോദേട്ടനും അദ്ദേഹത്തിൻ്റെ നല്ലവരായ കുറേ സുഹൃത്തുക്കളും, പ്രവീൺ, എൽദോസ്, മനോജ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മിസ്റ്റർ കേരള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കതിന് സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആ ഒരു സിറ്റുവേഷൻ ഞാൻ വിനോദേട്ടനോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഇതുപോലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട്, പിന്നെ എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എന്താ പറയുക, പെട്ടെന്നായിരുന്നു എല്ലാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു. പക്ഷേ കർഷകത്തിന് ആ കോമ്പറ്റീഷൻ മാറ്റിവെച്ചു, ജനുവരിയിലേക്കായി. അപ്പോൾ മിസ്റ്റർ തമിഴ്നാട് കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ മത്സരിക്കാൻ പോകാമെന്ന് വിനോദേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടോടും കൂടി വിനോദേട്ടൻ അതിന് ഓക്കെ പറഞ്ഞു. വിനോദേട്ടനും അതുപോലെ എല്ലാവരും. അങ്ങനെ ഇന്നായിരുന്നു ആ കോമ്പറ്റീഷൻ. അതിലെനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അതുപോലെ ടൈറ്റിൽ വിന്നർ ആവാനും സാധിച്ചു. ഇതിനു വേണ്ടി എൻ്റെ കൂടുന്ന എനിക്കിത് ഇങ്ങനെ പറയണമെന്നറിയില്ല. ഇത്രയ്ക്കൊന്നും അങ്ങനെ സപ്പോർട്ട് ആരും ചെയ്തിട്ടില്ല. വിനോദേട്ടാ പ്ലീസ് വാ വാ. ഇതെനിക്ക് അവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഗോൾഡ് മെഡലാണ്. ഇത് വിനോദേട്ടന് എന്നെ ഈ സ്റ്റേജിൽ ഈ ഒരു മെഡലുമായിട്ട് നിൽക്കാൻ സാധിപ്പിച്ച നല്ലവരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് ദൈവത്തിനോടും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇതെൻ്റെ കയ്യിൽ എത്തിച്ചു തന്നതിന് എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു. ക്ലാപ്പ് ചെയ്യാം പ്ലീസ്. പ്ലീസ്. അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ അദ്ദേഹം മറന്നിട്ട് ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അഹങ്കാരത്തോടെ ഇത് പറഞ്ഞത്. അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചറിയാം. ഷുവർ ഇതിന് ഭാഗമായത് മോൻവാ, അവന് മറക്കാൻ പറ്റില്ല. വാ, അവൻ്റെ കൂടെ നിന്ന് ട്രെയിൻ ചെയ്യുന്ന ഇവനാണ് കേട്ടോ. അവൻ്റെ സന്ത സഹചാരാണ്. ഒപ്പം നിൽക്കൂ പ്ലീസ്. ഒരുമിച്ച്. ഇത് ആൽബിൻ. ഇവനാണ് എന്നെ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചത്. ഞാൻ ഈ ആൽബിൻ്റെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 450 പോയിന്റ് ആയിരുന്നു കൊളസ്ട്രോള്, ഷുഗർ 400. അത്രയും ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് ഞാൻ ആൽബിൻ്റെ അടുത്ത് ചെന്നത്. അവൻ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്തിച്ചു. താങ്ക് യു. ഓക്കെ, നല്ലൊരു കൈഡി അല്ലേ? ഒന്ന് ഉറക്കെ ക്ലാപ്പ് ചെയ്യാം പ്ലീസ്. ഇതൊരു ചരിത്രമാണ്. താങ്ക് യു വെരി മച്ച്. പ്രവീണാണ് ഇതിൻ്റെ ശരിക്കും സല്യൂട്ട്. കാരണം തുടക്കം വെച്ചത് പ്രവീണാണ്. ഓക്കെ, സനോജ് ഭായ്, അതൊരു വികാര മുഹൂർത്തമായതുകൊണ്ടാണോ? സനോജ് ഭായ് താങ്ക് യു. ഓക്കെ, സപ്പോർട്ട് ചെയ്തോളൂ. മിസ്റ്റർ കേരള അടിക്കണം. നമുക്ക് ജനുവരിയിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. നമ്മുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ PC ക്ലബിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. DJ ഏറ്റെടുക്കണം, മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഇത് ഏൽപ്പിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് പ്ലീസ്.